വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ എക്സ്പെരിമെൻ്റൽ ആൻഡ് ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റൽ ആൻഡ് ഒബ്സർവേഷണൽ സ്റ്റഡീസ്. ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ചേഴ്സ് ഇപ്പം നടക്കുന്നതോ അല്ലെങ്കിൽ ഓൾറെഡി പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇവൻറ്റ്സിനെ ഒബ്സർവ് ചെയ്ത് വാരിയബിൾസിനെ മാനിപ്പുലേഷൻ ഒന്നും ചെയ്യാതെ ആ ഒബ്സർവ്ഡ് ഡാറ്റയിൽ നിന്നാണ് കൺക്ലൂഷൻസ് എടുക്കുന്നത്. അതിനെയാണ് ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറയുക. എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചേഴ്സ് ഒരു വാരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ ഒരു വാരിയബിളിന് വേറെയുള്ള വാരിയബിൾസിനോടുള്ള എഫക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി 3 ടൈപ്പാണുള്ളത്. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് RCTs, ക്വാസി എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, പ്രീ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിസിപ്പൻസ് ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിലോട്ട് റാൻഡംലി അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വാസി എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റാൻഡം അസൈൻമെൻ്റ് അല്ല, ഇൻഡാറ്റ് ഗ്രൂപ്പ്സ് ആണ് കാണുന്നത്. പ്രീ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കൺട്രോൾ ഓവർ വേരിയബിൾസിൽ ലിമിറ്റഡ് കൺട്രോൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. ഇനി ഇതിലുള്ള കീ ടേംസ് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടിങ് അല്ലെങ്കിൽ ഔട്ട്കം വേരിയബിൾ ആണ്. ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ തന്നെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്നും പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ഇൻ്റർവെൻഷൻ റിസീവ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർവെൻഷൻ റിസീവ് ചെയ്യുന്നില്ല, കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കമ്മിനെ അഫക്റ്റ് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് ആണ് കോൺഫൗണ്ടിങ് വേരിയബിൾ. ഈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, റിസർച്ചർക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെ സബ്ജക്ട്സിനെയും അസൈൻ ഗ്രൂപ്പ്സിനെയൊക്കെ സെലക്ട് ചെയ്യേണ്ടത് എന്ന്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിസൾട്ട്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അൺനാച്ചുറൽ സെറ്റിങ്സിൽ ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്. ബിഹേവിയർ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവും. ഇതിനെ ഹോത്തോൺ എഫക്റ്റ് എന്നാണ് പറയുക. എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. കോൺഫൗണ്ടിങ് വേരിയബിൾസ് റിസൾട്ടിനെ ഇൻ്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ആൻഡ് ഒബ്സർവേഷൻ സ്റ്റഡീസിൽ എന്താണ് ഒബ്സർവേഷൻ സ്റ്റഡി, എന്താണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, അതിൻ്റെ 3 ടൈപ്സും അതിലുള്ള കീ വേർഡ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജ് ചെയ്തിട്ട് ഒരു പേഴ്സണിനെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യുന്നതിനാണ് റേറ്റിംഗ് എന്ന് പറയാം. എക്സാമ്പിൾ സ്കൂൾ മാർക്ക്, ഗ്രേഡ്, പെർഫോമൻസ് അപ്രൈസൽ, റേറ്റിംഗ് ആൻഡ് എംപ്ലോയി. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേറ്റർ റേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ റേറ്റഡ് ഒബ്ജക്റ്റ് എന്നാണ് അതിന് പറയുക. അപ്പോൾ റേറ്റഡ് ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യുന്ന ടൂളിനെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുക. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എ ടൂൾ വേർ എ റേറ്റർ അസൈൻസ് എ വാല്യൂ ടു മെഷർ ആൻ ആട്രിബ്യൂട്ട് ഓഫ് ദ റേറ്റഡ് ഒബ്ജക്റ്റ്. ഇതിൽ ഡയറക്റ്റ് ഒബ്സർവേഷനും ഒരു പേഴ്സണിനെ വേറൊരു പേഴ്സൺ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്ത് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെയോ ആട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യാണ് ബൈ ജഡ്ജ്മെൻറ്റ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റഡ് ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂവിനെ റേറ്റർ അസൈൻ ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന ടൂളാണ് റേറ്റിംഗ് സ്കെയിൽ. ഇതിൽ ഒരു പേഴ്സൺ വേറൊരാളെ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്ത് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ. 4 ടൈപ്പാണ് റേറ്റിംഗ് സ്കെയിൽ ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ, ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, കമ്പാരിറ്റീവ് റേറ്റിംഗ് സ്കെയിൽ. ഫസ്റ്റ് വണ്ണാണ് ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ. ഓരോ ട്രേറ്റിലും ഈച്ച് ട്രേറ്റിന് ഒരു ലിസ്റ്റ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസസ് ഫോർ ഈച്ച് ട്രേറ്റ്. റേറ്റർ അതിന് മോസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫ്രേസ് ഏതാണോ ഒരു ചെക്ക് മാർക്കോട് കൂടിയിട്ട് യൂഷ്വലി സെലക്ട് ചെയ്യുന്നുണ്ട്. A എക്സലൻറ്റ്, B ഗുഡ്, C ആവറേജ്, D ബിലോ ആവറേജ്, E പുവർ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ ഇത്രയാണ്. ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിലിനെ തന്നെ നമ്മൾ സ്പെസിഫിക് റേറ്റിംഗ് സ്കെയിൽ എന്നും പറയുന്നുണ്ട്. ഓരോ ട്രേറ്റിനും
ഒരു അപ്രോക്സിമേറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു കോഡ് നമ്പറാണ് റേറ്റർ അസൈൻ ചെയ്യുന്നത്. ട്രേറ്റ്സ് ഓർഡർ ഓഫ് ഡിഗ്രി, ലെവൽ, ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി അതിനെ ബേസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൊസിഷനെ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് ട്രേറ്റിനെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അതാണ് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ സ്പെസിഫിക് റേറ്റിംഗ് സ്കെയിൽ. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആയിട്ട് ലൈൻ, ബാർ, സ്ലൈഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ട്രേറ്റിലും പെർഫോമേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് അനുസരിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെ റേറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ഓഫ് ഈച്ച് ക്യാരക്ടറിസ്റ്റിക് അറേഞ്ച് ടു അലോ ഫൈൻ ഡിസ്റ്റിങ്ഷൻസ് ഹെൽപ്സ് റേറ്റർ ഇൻഡിക്കേറ്റ് ഓൺ ജഡ്ജ്മെൻറ്റ് ഓഫ് പെർഫോമൻസ്. ഇതാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. കമ്പാരിറ്റീവ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റർ ഹാസ് നോളേജ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗിവൺ ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസ്. പൊസിഷൻസ് ഓൺ സ്കെയിൽ ആർ എക്സ്പ്ലിക്റ്റ്ലി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഗിവൺ പോപ്പുലേഷൻ. ഈ റേറ്റിംഗ് സ്കെയിലിൻ്റെ മെയിൻ യൂസ് എന്താ? സ്കിൽസിനെ, പ്രൊഡക്ട്സിനെ, ഔട്ട്കം, ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി റേറ്റിംഗ് സ്കെയിൽ പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഡയറക്ട്ലി റിലേറ്റഡ് ടു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, കൺഫൈൻഡ് ടു ഒബ്സർവബിൾ പെർഫോമൻസ്, ക്ലിയർലി ഡിഫൈൻ സ്പെസിഫിക് ട്രേറ്റ് ഓർ ബിഹേവിയർ, provide space for supplementary remarks, include 3 to 7 rating position, allow omission of items teachers feel unqualified to judge. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാനും സ്കോർ ചെയ്യാനും ഈസിയാണ്. ലാർജ് ഗ്രൂപ്പ്സിന് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസിന് ഒരു ക്ലാരിറ്റി ഓർ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ മിസ്യൂസ്, ഒബ്ജക്റ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്യുറേറ്റ് റേറ്റിംഗ് അസൈൻ ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. ചിലപ്പോൾ അൺസയൻറ്റിഫിക് അല്ലെങ്കിൽ അൺറിലയബിൾ ആവാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് റേറ്റിംഗ് സ്കെയിലാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒബ്സർവേഷൻ സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേറ്റിംഗ് സ്കെയിൽ എന്താണ്, ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ, യൂസ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ, പ്രിൻസിപ്പിൾ ഫോർ പ്രിപ്പയറിംഗ് റേറ്റിംഗ് സ്കെയിൽ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.